കൊച്ചിയെ നിമിഷനേരം കൊണ്ട് മുക്കിയ കനത്ത വെള്ളക്കെട്ടിന്റെ ദുരിതങ്ങൾ ഒഴിയാതെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ. എടപ്പള്ളി, ആലുവ, കളമശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചെളിയും മാലിന്യങ്ങളും ഇരച്ചു കയറിയ വീടുകൾ വൃത്തിയാക്കുന്ന ജോലികളിലായിരുന്നു ആളുകൾ. ഫർണിച്ചറുകളിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അടക്കം വെള്ളം കയറി നശിച്ചതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോരുത്തർക്കും ഉണ്ടായത്. കളമശ്ശേരി മൂലേപ്പള്ളിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചി നഗരത്തിൽ ഇന്നലെ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ വലിയ ദുരിതത്തിലായിരുന്നു ജനങ്ങൾ. തുടർച്ചയായി പെയ്ത മഴയിൽ കൊച്ചി നഗരം മാത്രമല്ല സമീപ പ്രദേശങ്ങൾ അടക്കം വെള്ളക്കെട്ടിലായി. വലിയൊരു വെള്ളപ്പൊക്കം, സമാനതകളില്ലാത്ത വെള്ളപ്പൊക്കത്തിനായിരുന്നു കൊച്ചി സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. നിരവധി വീടുകളുടെ ഗൃഹോപകരണങ്ങൾ അടക്കം പൂർണ്ണമായും തന്നെ നശിച്ചുപോയി. വെള്ളം ഏതാണ്ട് പകുതിയോളം വീടിന്റെ, അതായത് ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലാത്ത ഉയർന്ന പ്രദേശങ്ങളിൽ പോലും വെള്ളം കയറുന്ന വിധത്തിലായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂലേപ്പാടം, കളമശ്ശേരി മൂലേപ്പാടം റോഡ് ഭാഗത്താണ്. ഇവിടെയുള്ള വീടുകളിൽ ഭൂരിഭാഗവും വെള്ളത്തിലാണ്. ഇന്ന് അവിടെയെല്ലാം ക്ലീനിങ് ജോലികളാണ് പുരോഗമിക്കുന്നത്. പുറത്തുനിന്ന് ആളുകളെ നിർത്തിക്കൊണ്ട് ക്ലീനിങ് ജോലികൾ ആരംഭിക്കുന്നു. അവരുടെ ഫർണിച്ചറുകളെല്ലാം സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു. പുറത്ത് ഏതാണ്ട് കഴുത്തോളമായിരുന്നു വെള്ളമുണ്ടായിരുന്നത്. വീടിലെ ഉയരമുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പമെങ്കിലും ആളുകൾക്ക് നിൽക്കാൻ കഴിഞ്ഞത്. ഈ വീട്ടമ്മയായ സിന്ധു ടീച്ചറാണ് ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത്. ടീച്ചർ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്? ഇത് നമുക്കൊരു 9 മണിയോട് കൂടിയിട്ടാണ് മഴ പെയ്തു തുടങ്ങിയത്. സാധാരണ നമ്മുടെ വീട്ടിൽ വെള്ളം കയറാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വെള്ളം കയറി. അപ്പം നമ്മൾ താഴെ വരെയൊക്കെ കഷ്ടി എത്തുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് നല്ല ലെവലിൽ വെള്ളം അടിച്ച് വീടിനകത്തേക്ക് കയറിയും നമ്മുടെ വീട്ടിലുള്ള ഏകദേശം താഴെ കിടന്ന കട്ടില്, കിടക്ക, നമ്മുടെ ഫ്രിഡ്ജ്, TV വരെ ജസ്റ്റ് എത്തിയില്ല. അതിന് തൊട്ട് താഴം വരെയാണ് വെള്ളം കയറിയിരിക്കുന്നത്. സെറ്റി, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം, ഒരു ഇൻവെർട്ടർ, പിന്നെ നമ്മുടെ പുറമേ വെച്ചിരുന്ന 2 മോട്ടർ, ഒരു പ്രിന്റ് മെഷീൻ ഉണ്ടായിരുന്നു. നമ്മുടെ കിടക്ക, ഡോക്യുമെന്റ്സ് കഷ്ടി അതിൻ്റെ ഒരു ലെവലിൽ മുകളിലായതുകൊണ്ട് ഡോക്യുമെന്റ്സ് മാത്രം നമുക്ക് രക്ഷപ്പെട്ടു. ബാക്കി ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം നഷ്ടമെങ്കിലും നമ്മുടെ മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കിവിടെ ഇത്രയും ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാവാറില്ല. ഇതിനകത്ത് മുകളിൽ നിന്ന് നമ്മുടെ ആ സൈഡിൽ നിന്ന് വരുന്ന വെള്ളവും, അതായത് ആ മുകളിൽ അവിടെ ആ രാജഗിരിയുടെ അവിടെ കുന്നിൽ നിന്ന് വരുന്ന വെള്ളവും, അതുപോലെ ഇവിടുന്ന് പോളിടെക്നിക്കിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളവും എല്ലാം കൂടെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ മാറിയിരിക്കുക. അതിനകത്ത് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, മുകളിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ ഒരു കാല വഴി ഈ റോഡ് കുറുകെ അപ്പുറത്തേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അവിടുന്ന് പുഴ പോലെയാണ് വെള്ളം മുകളിൽ നിന്ന് കുത്തി ഒലിച്ച് ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന വെള്ളം മാത്രമാണ് ഇപ്പൊ ഇവിടെ ഈ കൽവേട്ട് വഴി ഇതുവഴി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പക്ഷേ ഈ മുകളിൽ നിന്ന് അവിടെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ കാന ശരിക്കും ഈ മൂലാപ്പം ഇവിടത്തേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിൽ കൂടെ തന്നെ വിട്ടിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ശാസ്ത്രീയത കൊണ്ടും കൂടെയാണ് നമുക്ക് ഇത്രയും പ്രോബ്ലം വരുന്നത്. കഴുത്തറ്റമായിരുന്ന വെള്ളം. നമ്മുടെ അടുത്ത വീട്ടിൽ ഒരു ബ്രെഡ് റിഡൻ ആയിട്ടുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. അവരെ റെസ്ക്യൂ ടീം വന്നിട്ടാണ് അവർ കളക്ട് ചെയ്ത് ബോട്ടിൽ കൊണ്ടുപോവുക ചെയ്തത്. 1ാം നിലയിലുള്ളവർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പോൾ 2ാം നിലയുള്ളവരെല്ലാം ഞങ്ങൾ മുകളിലേക്ക് പോയി. വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അടുത്ത വീട്ടിലുള്ളവരൊക്കെ നമുക്ക് സഹായിച്ചാണ് വെള്ളമൊക്കെ കിട്ടിയത്. പിന്നെ ഫുഡ് നമുക്ക് എൻ്റെ സിസ്റ്ററൊക്കെ വന്ന് അവർ അറേഞ്ച് ചെയ്ത് വെള്ളത്തിൽ മുങ്ങി ആണ് ഒരാൾ വന്ന് നമുക്ക് ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ നമ്മുടെ MLA രാജീവ് അദ്ദേഹം ഇവിടെ സാറ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഒരു കൽവേട്ട് പോലെ ഒന്ന് കുറച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം തീരുന്നില്ല. ഇതിന് തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം, 2 സൈഡിൽ നിന്നുള്ള വെള്ളം അറസ്റ്റ് ചെയ്യാനും, ഇവിടെ ഈ കൽവേട്ട്, ഇവിടെ ഒരു നമ്മുടെ ഹൈവേ വഴി അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, അത് കുറുകെ കടന്ന് അപ്പുറത്തേക്ക് നമ്മുടെ പുഴയിലേക്ക് വെള്ളം എത്തത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം. അവിടെ 2 സൈഡിലും കയ്യേറ്റങ്ങളുണ്ട്. ആ കയ്യേറ്റം കാരണം വെള്ളം അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കുന്നതിന് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പായിട്ടും ഇവിടെ ഉള്ള വീട്ടിൽ നിന്ന് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. നമ്മൾ കാരണം നമ്മുടെ വീട്ടിൽ വെള്ളം കയറുന്ന എല്ലാ പ്രാവശ്യവും കയറാറില്ല. പക്ഷെ അപ്പുറത്തെ വീട് ഒറ്റ നിലയുള്ള താഴ്ന്ന എൻ്റെ വീട്ടിൽ വരുന്ന ചേച്ചിയുടെ വീട്, അവരെല്ലാം സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ പ്രാവശ്യം മൂലേപ്പാടത്ത് വെള്ളം കയറാത്തതായിട്ടുള്ള വീടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രയ്ക്കും പ്രശ്നമാണ് ഇവിടെ വന്നത്. വലിയ ഒരു ദുരിതം തന്നെയാണ് ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ അനുഭവിച്ചത്. അതിന്റെ കൃത്യമായ നേർസാക്ഷ്യം തന്നെയാണ് നമ്മൾ വിവരിച്ച് കേൾക്കുകയും ചെയ്തത്. കാരണം കഴുത്തോളം വെള്ളം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ബോട്ടുകളിൽ പോലും ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം. ഒരുപക്ഷെ 2018
പ്രളയത്തിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ഒരു ദുരിതം ജനങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അശാസ്ത്രീയമായ കാനനിർമ്മാണം അടക്കമുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം വീഴ്ചകൾ തന്നെയാണ് ഇതിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെ നിരവധി പ്രദേശങ്ങൾ, കളമശ്ശേരി, എടപ്പള്ളി മേഖലകൾ മാത്രമല്ല, നഗരപ്രദേശങ്ങൾ മാത്രമല്ല, സമീപത്തെ മറ്റു പ്രദേശങ്ങളും സമാനമായ ഒരു കനത്ത വെള്ളക്കെട്ട് സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. ക്യാമറാമാൻ രാജേഷിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.